നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂളുകളിൽ സൂംബ നൃത്തവുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. അതിൽ കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും രക്ഷിതാക്കൾക്ക് ചോയ്സ് ഇല്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട്. ആരും അല്പവസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നും കുട്ടികൾ യൂണിഫോമിലാണ് സൂംബ ഡാൻസ് ചെയ്യുന്നതെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം. മാസങ്ങളായി പുലി ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. വനം വകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നുവെങ്കിലും പുലിയെ പിടികൂടാനായില്ല. നേരത്തെയും പുലി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അന്നും പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും പുലിയെ പിടികൂടാനായിട്ടില്ല. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഈ പ്രദേശത്ത് വനം വകുപ്പ് കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാഹന ഷോറൂമിൽ വൻ തീപിടുത്തം. മാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള KMH മോട്ടോഴ്സ് എന്ന ഇരുചക്ര വാഹന ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തീ നിയന്ത്രണ വിധേയമായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഷോറൂമിനകത്തു നിന്നും തീയും പുകയും ഉയരുന്നത് മാവൂർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഉടമകളെ വിവരം അറിയിച്ചുവെങ്കിലും അപ്പോഴേക്കും ഷോറൂമിനകത്തെ വാഹനങ്ങളിൽ ആകെ തീ പടർന്നു പിടിച്ചിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 5 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. ഷോറൂമിനകത്തുണ്ടായിരുന്ന മുഴുവൻ ഇരുചക്ര വാഹനങ്ങളും മറ്റ് സാമഗ്രികളും കത്തി നശിച്ചിട്ടുണ്ട്. ലഹരി പാർട്ടിക്കിടെ ഉണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. തൃശൂർ നല്ലങ്കരിയിൽ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള 12ഓളം പേർ വരുന്ന സംഘം നടത്തിയ ലഹരി പാർട്ടിയാണ് സംഘർഷത്തിൽ അവസാനിച്ചത്. പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പിൽ വെച്ചായിരുന്നു ലഹരി പാർട്ടി നടന്നത്. ലഹരി പാർട്ടി നടക്കുന്നതിനിടയിൽ ഇവർ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പ്രദേശവാസികൾ വിളിച്ചറിയിച്ചതിന് പിന്നാലെ പോലീസ് ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. ലഹരി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്ന പോലീസ് സംഘത്തിന് നേരെ അക്രമി സംഘം വടിവാളും കമ്പിവടികളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. 3 പോലീസ് ജീപ്പുകൾ സംഘം അടിച്ചു തകർത്തു. അക്രമി സംഘത്തിലുണ്ടായിരുന്ന 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശികളുടെ മകനായ 5 വയസ്സുകാരൻ ഹരിത്താണ് മരിച്ചത്. നായയുടെ കടിയേറ്റപ്പോൾ വാക്സിൻ എടുത്തിരുന്നു. കഴിഞ്ഞ 12 ദിവസമായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹരിത്ത്. മെയ് 31-ന് പയ്യാമ്പലത്തെ വാടക ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ചാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മുഖത്ത് കടിയേറ്റ കുഞ്ഞിനെ പിന്നീട് ആശുപത്രിയിലെത്തിച്ച് വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി. ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്ന് പ്രതികരിച്ച യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ പിരിച്ചുവിട്ടോട്ടെ എന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയാവുകയാണ്. എന്നാൽ ഡോക്ടറുടേത് വൈകാരിക പ്രതികരണമെന്നും 1 ദിവസം മാത്രമാണ് ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതെന്നും ആരോഗ്യവകുപ്പ് പ്രതികരിച്ചു. വാണിയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിടിയിൽ. വാണിയംകുളം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഫസലാണ് പിടിയിലായത്. കോതക്കുറിശി സ്വദേശിയിൽ നിന്ന് തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് 1000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ജൂൺ 9-നാണ് ഇവർ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയത്. 500 രൂപ സ്ഥലം നോക്കാൻ വന്ന സമയത്ത് ചോദിച്ചു വാങ്ങി. ബാക്കി 500 രൂപ വില്ലേജ് ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിട്ടുള്ള സ്കൂട്ടിയുടെ ഡിക്കിൽ വെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇവർ വിജിലൻസിന് പരാതി നൽകി. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലത്ത് മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ ആത്മഹത്യ ചെയ്തു. കൊല്ലം കടപ്പാക്കടയിലാണ് സംഭവം. അക്ഷയനഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. പിതാവ് അഭിഭാഷകനായ ശ്രീനിവാസപിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. 2 ദിവസമായി അച്ഛനും മകനും മാത്രമായിരുന്നു അക്ഷയനഗറിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. മകൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. വീട്ടിലെ ഹാളിലാണ് മകൻ വിഷ്ണുവിന്റെ മൃതദേഹം കിടന്നിരുന്നത്. തൊട്ടടുത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശ്രീനിവാസപിള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനിവാസപിള്ളയുടെ മകളും ഭാര്യയും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. സംഭവത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി.
സ്കൂട്ടറിൽ കാറിടിച്ച് അപകടം. 2 വയസ്സുകാരന് ദാരുണാന്ത്യം. അച്ഛനും അമ്മയ്ക്കും പരിക്ക്. പുളിക്കത്തൊടിക മുജീബ് മൗലവി സഫിയ ദമ്പതിമാരുടെ മകൻ നഫ്ലാനാണ് മരിച്ചത്. സ്കൂട്ടറിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ മുജീബ് മൗലവി സഫിയ ദമ്പതിമാരെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ അകമലയിലെ റെയിൽവേ ട്രാക്കിലാണ് സംഭവം. തൃശൂരിനും ഷൊർണൂരിനുമിടയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രാക്കിൽ വീണ കല്ലും മണ്ണും മാറ്റാനായി ശ്രമം തുടരുകയാണ്. മണ്ണ് മാറ്റാനായി മണ്ണുമാന്തി യന്ത്രം സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്.